നമസ്കാരം. എല്ലാ പ്രിയ +1 തുല്യതാ പഠിതാക്കളെയും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് നാളത്തെ പരീക്ഷയ്ക്കുള്ള ഒരുക്കമാണ്. അതായത് +1 തുല്യത ഇക്കണോമിക്സ് പരീക്ഷ തയ്യാറെടുപ്പിലേക്കുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയതാണ് ഇന്നത്തെ ക്ലാസ്. ഉറപ്പായിട്ടും ഇവിടെ പറയുന്നതേ നാളെ പരീക്ഷയ്ക്ക് വരൂ. നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഡബിൾ പാസ് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ക്ലാസ്സുകളാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മുൻ ദിവസങ്ങളിലൊക്കെ ചെയ്ത വീഡിയോസ് തന്നെയാണുള്ളത്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതെന്ത് ചെയ്യണം, 10 വീഡിയോ ഉള്ളത്, 10 വീഡിയോ ഉണ്ട്. 15 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഓരോ ദൈർഘ്യമുള്ള 10 വീഡിയോസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഈ 10 വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കി ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിച്ചു പോകണം. ഇതിൽ നിന്നാണ് ഷോർട്ട് എസ്സേയും വൺ വേർഡൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒരു ചോദ്യമാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാം വിശദമാക്കുക എന്നുള്ളത്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഘടകങ്ങൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണമാണ് ഇതിൻ്റെ പോയിൻറ്റ്സ്. പുത്തൻ സാമ്പത്തികവൽക്കരണത്തിൻ്റെ നയങ്ങൾ, പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഘടകങ്ങളാണ് പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന എസ്സേ. പിന്നുള്ളത് രണ്ടാമത്തെ എസ്സേ പ്രതീക്ഷിക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതി. ഒരു 5-6 എന്ത് പഠിച്ചു വെക്കുക, ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പഠിച്ചു വെക്കുക. അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, അപ്പോൾ അതല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതി, ഒരു 5-6 പദ്ധതിയുടെ പേര് പഠിച്ചു വെക്കുക. ഓക്കെ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് അടുത്ത എസ്സേ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അടുത്തൊരു എസ്സേ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ എന്തെല്ലാം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ എന്തെല്ലാം. മറ്റൊരു ചോദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തെല്ലാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തെല്ലാം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. അപ്പോൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യം ഷുവറാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യം ഷുവറാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ആ വൺവേർഡൊക്കെ ചോദിക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. പിന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞു. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാം. എസ്സേ ക്വസ്റ്റ്യനാണ് നാളത്തെ. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാം. സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എഴുതി എന്ത് ചെയ്യണം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം 1.5 പുറത്തിലേക്ക്. പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പേര് എഴുതി അതിനെ വിശകലനം ചെയ്യാനാണ് ഒരു 5-6 എന്ത് പഠിച്ചു വെക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേര് പഠിച്ചു വെക്കുക. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെയുള്ള ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നാളെ എന്തായാലും ചോദ്യപേപ്പറിൽ ഉണ്ടാവും. അതോടൊപ്പം മറ്റൊരു ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തെല്ലാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തെല്ലാം. ഇതെല്ലാം നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഒരു ആവർത്തനം വേണ്ടാന്ന് കരുതിയിട്ടാണ് അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നത്. 10 വീഡിയോ ഉള്ളൂ. 10 മിനിറ്റിന് 5 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള 10 വീഡിയോ ആണുള്ളത്. ആ 10 വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. 2 മണിക്കൂറുകളിൽ മെനക്കെട്ടാൽ നിങ്ങൾക്ക് നാളെ എന്ത് ചെയ്യും, 60 കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു 2 മണിക്കൂർ ഈ വീഡിയോ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളത്തേക്ക് 60 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ലേറ്റസ്റ്റ് പറഞ്ഞപ്പോൾ എന്താണ്, ഹരിത വിപ്ലവത്തെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഹരിത വിപ്ലവം, പിന്നെ അടുത്ത ചോദ്യമാണ് വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ ഏതെല്ലാം. സമ്പദ് വ്യവസ്ഥ മുസോമി, മുതലാളി സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ ആണ് മുസോമി കോഡ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മു, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സോ, മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ മി ആണ് മുസോമി. ഇതാണത് ചോദ്യത്തിൽ ഉണ്ടാവും. ചോദ്യം എങ്ങനെയാണ് വരിക, വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ ഏതെല്ലാം വ്യക്തമാക്കുക. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, അങ്ങനെ പഠിച്ചു വെക്കുക. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു വെക്കുക. അതും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എവിടെയും പോയി തിരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയൊക്കെ ആ വീഡിയോ ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ മുസോമി എന്തായാലും പഠിച്ചു വെക്കണം. അതിപ്പോൾ അല്ലെങ്കിൽ ഓരോ മുതലാളി സമ്പദ് വ്യവസ്ഥയും സോഷ്യൽ സമ്പദ് വ്യവസ്ഥയും താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ സോഷ്യൽ സമ്പദ് വ്യവസ്ഥയും മിശ്ര സമ്പദ് വ്യവസ്ഥയും താരതമ്യം ചെയ്യാനോ അങ്ങനെ എന്തായാലും വരും. പറഞ്ഞ ചോദ്യം മനസ്സിലായല്ലോ. വിവിധ തരം സമ്പദ് വ്യവസ്ഥ, അതാണ് ഈ 3 എണ്ണം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യൽ സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, മുസോമി എന്നുള്ള കോഡ് പഠിച്ചേക്കാം. പിന്നെ പാരമ്പര്യ ഊർജ്ജ വിഭവങ്ങളും പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങളും ഉണ്ട്. അത് പഠിച്ചു വെക്കണേ. പാരമ്പര്യ ഊർജ്ജ വിഭവങ്ങളും പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങളും ഒന്ന് നശിക്കുന്നതും നശിക്കാത്തതുമാണ്. ഓക്കെ. പിന്നെ
മറ്റൊരു ചോദ്യം 4 മാർക്കിൻ്റെ ചോദ്യമാണ്. യെസ്, ഫ്രങ്ക് നൊട്ടിസ്റ്റിൻ്റെ ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം. ഫ്രങ്ക് നൊട്ടിസ്റ്റിൻ്റെ ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ഷുവറാണ്. ഫ്രങ്ക് നൊട്ടിസ്റ്റിൻ്റെ ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ഷുവറായിട്ട് വരും. അതോടൊപ്പം ദാദാഭായ് നവറോജി ദാരിദ്ര്യ രൂപരേഖയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. ദാദാഭായ് നവറോജി ദാരിദ്ര്യ രൂപരേഖ, ദാരിദ്ര്യത്തെക്കുറിച്ചൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള എന്തായാലും ചോദ്യം ഉണ്ടാവും. അതിൽ നമുക്ക് എഴുതാനുള്ളതാണ് ദാരിദ്ര്യ രൂപരേഖ നേതൃത്വം കൊടുത്ത ആളാണ് ദാദാഭായ് നവറോജി. അദ്ദേഹം തന്നെയാണ് ജയിൽ ജീവിത ചെലവിനെ കുറിച്ച് പഠിച്ച ആളും എന്താണ് ദാദാഭായ് നവറോജി തന്നെയാണ്. ജയിൽ ജീവിത ചെലവിനെ കുറിച്ച് പഠിച്ചതും അതിനെക്കുറിച്ച് പഠിച്ച ആളും ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ജയിൽ ജീവിത ചെലവ്, ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെ എന്താ നമ്മുടെ ദാരിദ്ര്യരേഖ, BPL APL, ദാരിദ്ര്യ രൂപരേഖ, അതൊക്കെ നമ്മൾ ആ പാഠത്തിൽ ഡിസ്കസ് ചെയ്താണ്, ആ പാഠം വീഡിയോ ചെയ്താണ്. ആ ചാപ്റ്ററിൻ്റെ സ്വന്തമായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാരിദ്ര്യം എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ദാദാഭായ് നവറോജി വരും പരീക്ഷയ്ക്ക്. ഓക്കെ, പിന്നെ വരുന്നതാണ് ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവിനുമായി ബന്ധപ്പെട്ട് അത് വരച്ച് വ്യക്തമാക്കാനാണ് ചോദിക്കുക. ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളത് അടയാളപ്പെടുത്തി പഠിക്കണം. അത് ആ ചിത്രം വരച്ച് പ്രാക്ടീസ് ചെയ്യണം. ഷുവർ ക്വസ്റ്റ്യനാണ് 5 മാർക്കിന്. ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരച്ച് വ്യക്തമാക്കാനാണ് ചോദ്യം. ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരച്ച് വ്യക്തമാക്കാൻ 5 മാർക്കിന് ചോദ്യം ഷുവറായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ 10-12 ചോദ്യോത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ എല്ലാം വീഡിയോ, ഇവിടെ പറഞ്ഞ എല്ലാ ചോദ്യോത്തരത്തിൻ്റെ വീഡിയോ, പിന്നെ 1 വേർഡിൻ്റെ വീഡിയോ, നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്ന വീഡിയോ, എല്ലാം മൊത്തത്തിൽ 10 വീഡിയോ ആണുള്ളത്. ആ 10 ക്ലാസ് വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കണം. പഠിച്ചാൽ അത് പാഴാവില്ല. നിങ്ങൾ നോക്കൂ, ഇന്നലെ നമ്മൾ പറഞ്ഞ അതേ എസ്സേ ആണ് വന്നത്. ഏത്? ദേശീയ വരുമാനം വന്നു, അതുപോലെ സമ്പ്രദാവക്രം വന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ദേശീയ വരുമാനവും സമ്പ്രദാവക്രം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അത് അതേപോലെ ആവർത്തിച്ച് വന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ നമ്മുടെ ചോദ്യപേപ്പറിൽ ഉണ്ടാവും. ഡബിൾ പാസിലധികം മാർക്ക് നമുക്ക് കരസ്ഥമാക്കാം. നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ സന്തോഷത്തിനൊക്കെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി അറിയിക്കുന്നു. ഒരുപാട് പേര് സ്ഥലവും പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഈ ക്ലാസ്സിനെ കുറിച്ച് എല്ലാവരും അഭിപ്രായം പറയണം. എല്ലാവരും സ്ഥലവും അഭിപ്രായം പറഞ്ഞ് രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും നാളത്തെ പരീക്ഷ എളുപ്പമാവട്ടെ, നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. നിങ്ങൾ ഉറപ്പായിട്ട് ഈ 10 വീഡിയോ നിങ്ങൾ ആവർത്തിച്ച് കാണുകയാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ 10 വീഡിയോസ്, ഞാൻ ചെയ്ത 10 വീഡിയോസ് ആവർത്തിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ പാസ് 60 മാർക്ക് നിങ്ങൾ ഷുവറായിട്ട് വാങ്ങിക്കാൻ പറ്റുള്ള പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ക്ലാസ് മനസ്സിലാക്കാൻ കഴിയട്ടെ, പഠിക്കാൻ പറ്റട്ടെ. ഇപ്പോൾ സമയം 2 മണി ആവാവുന്നതായി. നിങ്ങൾ ഒരു 2 മണിക്കൂർ മെനക്കെട്ടാൽ മതി. ഇതിന് വെറും 2 മണിക്കൂർ മെനക്കെട്ടാൽ മതി. നിങ്ങൾ അത്രയേ ഉള്ളൂ, അത്ര മാത്രം വീഡിയോ ഇതിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.